ഹലോ, കുറേ നാളായി കാടാമ്പുഴ അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. പിന്നെ പട്ടുപാവാട ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതി. എനിക്ക് കുട്ടിക്കാലം തൊട്ട് പട്ടുപാവാട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പുതിയ പട്ടുപാവാട തയ്ച്ചിട്ടായിരുന്നു. കുറേ കളർ പട്ടുപാവാടകൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ നാളായി പട്ടുപാവാട, ഇപ്പം മോനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പട്ടുപാവാട ഉടുപ്പൊന്നും ഇടാൻ പറ്റില്ല, ഫ്രോക്ക് മാത്രമേ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് തടിയൊക്കെ കുറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പട്ടുപാവാട ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ടൊന്നും നല്ല വെയിലടിക്കുന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അത് ഏട്ടൻ നമ്മുടെ ഗോവയ്ക്കോ എവിടെയോ ട്രിപ്പ് ഏട്ടൻ പോയ സമയത്ത് ഏട്ടൻ അവിടെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ഗ്ലാസ്സുകൾ വാങ്ങിച്ചിട്ടാണ്. 1-2 വാങ്ങിച്ചിട്ടാണ്, 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ, ഒരു ഗ്രീൻ, പിന്നെ ഒരു റെഡ് കേട്ടോ. അപ്പോൾ ഫോട്ടോയ്ക്ക് നല്ല ഭംഗിയായിരിക്കുമല്ലോ. അതിൽ ഏട്ടൻ എപ്പോൾ ട്രിപ്പ് പോയാലും തിരിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ബ്ലൂ കളർ ആർക്കോ കൊടുത്തു, നല്ല ഭംഗിയുള്ള കണ്ണടയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പിന് പോയപ്പോൾ ഒരു ഫ്ലാസ്ക് ആയിരുന്നു, ഇപ്പോഴത്തെ ട്രിപ്പിന് പോയപ്പോൾ ഈ കണ്ണടയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നല്ല പോണ വഴിക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ പോവുകയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നാറാണത്ത് ഭ്രാന്തൻ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് കല്ലിട്ട കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൽ ആ നാറാണത്ത് ഭ്രാന്തൻ്റെ രൂപം അവിടെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് ആ കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പം ഞാൻ നോയ്സ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഓവർ വോയിസ് കൊടുക്കുന്നത്. നോയ്സ് ഇല്ല, എന്തോ എനിക്ക് അപ്പോൾ പറയണത് അത്ര ക്ലിയർ ആയില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഉള്ള വീഡിയോസാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ കൂടുതൽ മുട്ടിറക്കൽ തേങ്ങ ഉടക്കില്ല, സംഭവമാണ് ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾ വൈകുന്നേരത്താണ് ഞങ്ങൾ പോണത്. രാവിലെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നടക്കും. ഞങ്ങൾ വൈകുന്നേരത്ത് പോകുന്നതുകൊണ്ട് ആ പ്ലാനൊന്നും നടക്കാൻ സാധ്യതയില്ല, അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നാലും അമ്പലത്തിൽ പോയിട്ട് പായസം എന്തായാലും കുടിക്കണം, അമ്പലത്തിൽ നല്ല പായസം കിട്ടും, അത് കുടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പതിവ് പോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ ഫ്രണ്ടിൽ പാർക്കിങ്ങിന് 10 രൂപയാണ്. കാടാമ്പുഴ ഫ്രണ്ടിൽ ഒരു പാർക്കിംഗ് ഉണ്ട്. അതല്ലാതെ ദേവസ്വത്തിൻ്റെ പാർക്കിംഗ് അപ്പുറത്തുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം വരുമ്പോൾ കാണില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറേ കടകളുണ്ട്. കടകളിലൊക്കെ ഭയങ്കര വിലയാണ്. ഭയങ്കര വില മീൻസ് അത്യാവശ്യം 100, 140, 160 അങ്ങനത്തെ ഈ ഡോളൊക്കെ, ഞാൻ മോന് ഡോള് മേടിക്കാൻ വേണ്ടി വില ചോദിച്ചപ്പോൾ അങ്ങനത്തെ വിലയാണ് പറഞ്ഞത്. പിന്നെ 40, 50, 60 അങ്ങനെ റേറ്റിൽ കേട്ടോ. അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ പടി ഒന്ന് ഇറങ്ങുന്നത് മാത്രമേ എടുത്തു, പിന്നെ ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ അതേ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുത് ഇറങ്ങിയ ശേഷം ഒരു കുട്ടി വീഡിയോ എടുത്തു. പട്ടുപാടൊക്കെ ഇട്ട് പോയതല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണ്ടേ, ആൾക്കാരെന്ന് ഓർത്തിട്ട് ഞാൻ പട്ടുപാടയുടെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഭയങ്കരമായ ലൈറ്റ് വന്നിട്ട് എന്നെ കാണാനേ ഇല്ല. എൻ്റെ അമ്മ ഒരു അവസ്ഥകളേ, അയ്യോ എനിക്ക് വയ്യ. പിന്നെ കുറച്ചിത്തിരി അങ്ങോട്ട് നടന്നു പോയി. ഇപ്പം കുറച്ചിത്തിരി നടന്നപ്പോൾ ലൈറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ആ നമ്മൾ ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ ചെന്നപ്പോൾ തന്നെ അവർ ഒന്ന് വന്ന് നോക്ക്, ഒന്ന് കയറി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരേ വിളി. അങ്ങനെ കയറി നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കും. പക്ഷേ കടക്കാർ എന്താ പറയുക, ഭയങ്കര ടൈപ്പിലാട്ടോ. നമ്മൾ വിചാരിക്കും പല കടയിൽ പല റേറ്റ് ആയിരിക്കും, നല്ല ഒരിടത്തു നിന്ന് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ റേറ്റിന് ഒരു വ്യത്യാസമില്ല, എല്ലാം ഏകദേശം ഈക്വൽ റേറ്റ് തന്നെയാണ് പറയണത്. എന്തായാലും മോനൊരു ഡോള് മേടിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒരെണ്ണം ഡോള് നോക്കാം എന്ന് കരുതി അവിടെ കയറി ജസ്റ്റ് ഒന്ന്. പിന്നെ നമുക്ക് വീഡിയോയും വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെയൊക്കെ കയറി അവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ച് കയറി. കുറച്ച് കുട്ടികൾക്ക് പറ്റിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദൂന് എന്തായാലും ഇപ്പോൾ അവനിതൊന്നും താല്പര്യപ്പെടുന്ന സമയമല്ലാത്തതുകൊണ്ട് ഭാഗ്യം അവനെയും കൊണ്ട് അവിടെയൊക്കെ പോയി നിന്ന് വെറുതെ നോക്കാം. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ അവനിതൊക്കെ എന്താണെന്നിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവന് അലമ്പുണ്ടാക്കുമെന്നറിയാം. ഇപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് കാണിച്ചു. ഞങ്ങൾ തൊഴുതേ ഒരു ഡോളിനെ മേടിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെ മലമ്പുഴയ്ക്ക് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവർ മേടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനതൊന്നും ഇഷ്ടമല്ല, അത് കാരണം ഞങ്ങളത് വാങ്ങിയിട്ടുമില്ല. പക്ഷെ വീടെത്തിയപ്പോൾ അവർ വെറുതെ കളിക്കാൻ കൊടുത്തു. അപ്പോൾ ഇവനിത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഉമ്മയ്ക്കല് സ്നേഹിക്കല്. അവർ പോയപ്പോൾ തൊട്ട് ഈ ഡോള് തെറിയുണ്ട് കുട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്നാൽ അങ്ങനത്തെ അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടല്ലേ, ഭയങ്കര സ്നേഹിക്കലും മേടിച്ചു. ഇപ്പോൾ തൊഴുതു ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ്. പായസമൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് തന്നെ കുടിച്ച്